നമസ്കാരം. നമുക്കായി നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ, നമ്മുടെ നിലപാടുകൾ പങ്കുവയ്ക്കാൻ നമ്മുടെ വേദി പാഠം 4. എല്ലാവർക്കും പാഠം 4ന്റെ ആദ്യത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോൺ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്, നമ്മൾ ഉപകരണമാണ്. ഈ മൊബൈൽ ഫോണിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വാചകങ്ങളും കൂടെ കിട്ടാറുണ്ട്. വേറെ പണിയൊന്നും ഇല്ലേടാ, എപ്പോഴും മൊബൈൽ ഫോണിലാണല്ലോ നീ കുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഫോണാണ് നമ്മുടെ പ്രൈമറി സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. നമുക്ക് പഠിക്കാനും നമുക്ക് ഷോർട്ട് വീഡിയോസ് കാണാനും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മൾ ഫോൺ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നില്ല. നിങ്ങൾ ശരാശരി നമ്മൾ കൂട്ടുകാർ എത്ര മണിക്കൂറാണ് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത്? അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനും ഭയങ്കര ഹാനി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്നാണ് നമ്മുടെ അധ്യാപകരും ടീച്ചേഴ്സും നമ്മുടെ പേരൻസും ഒക്കെ പറയുന്നത്. അവർക്കെപ്പോഴും ആശങ്കയും പരാതിയാണ്. ഇത്തരത്തിൽ ആശങ്കയോ പരാതിപ്പെടേണ്ടയോ കാര്യമുണ്ടോ? അതാണ് ഇന്നത്തെ പാഠം 4ന്റെ വിഷയം. എല്ലാവർക്കും പാഠം 4ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതിഥികളായി നമ്മോടൊപ്പം ഉള്ളത് അധ്യാപികയും ചൈൽഡ് സൈക്കോളജിസ്റ്റുമായി ഡോക്ടർ നിർമ്മല, ശാന്തിനികേതൻ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. വിദ്യാർത്ഥികളിൽ നിന്നുള്ള പ്രതിനിധിയായി അനഘ അനീത്, പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് മഞ്ജു ആൻറ്റി എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. ഒപ്പം ഫോണിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് പറയാൻ സാങ്കേതിക വിദഗ്ധൻ VK ആദർശ് സാറിനെയും നമ്മൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പാഠം 4ലേക്ക് സ്വാഗതം. നമ്മുടെ ടോപ്പിക് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അനഘ, മൊബൈൽ ഫോൺ ആശങ്കപ്പെടേണ്ട ഒരു വിഷയമാണോ? ഇല്ല, ആശങ്കയായിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഏതൊരു ഉപകരണം ഉപയോഗിച്ചാലും അത് പോസിറ്റീവ് എഫക്ട്സും കാണും, നെഗറ്റീവ് എഫക്ട്സും കാണും. അത് മനസ്സിലാക്കി ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കും. ഇപ്പോൾ ഫോൺ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അത് ഉപേക്ഷിച്ച് അത് മാറ്റിവെച്ച് ജീവിക്കാനൊന്നും നമ്മളോട് പറ്റത്തില്ല. അപ്പം നമ്മളതിൻ്റെ ഡിഫക്ട്സ് മനസ്സിലാക്കി നമ്മളത് പരിഹരിച്ച് വേണം നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടി. ആശങ്കയുണ്ടെന്നും പറഞ്ഞാൽ നമുക്കൊരു കാര്യം ഉപയോഗിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ റോഡിൽ തന്നെ എത്ര പേരാണ് വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് മരിക്കുന്നത് എന്നും പറഞ്ഞാൽ ആരും വണ്ടി ഓടിക്കാതിരിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ട്രെയിനിൽ തന്നെ ബോംബ് വെച്ചും പാലം മറിഞ്ഞ് എത്ര പേര് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ റെയിൽവേ സിസ്റ്റം നിർത്തിയൊന്നുമില്ലല്ലോ. കാരണം അതിനെല്ലാം അതിൻ്റേതായ ഉപയോഗമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് മൊബൈൽ ഫോണും, അതിനും അതിൻ്റേതായ ഉപയോഗമുണ്ട്. സോ അതിൻ്റെ ഡിഫക്ട്സ് ഉണ്ടെന്നും പറഞ്ഞാൽ നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ അതിൻ്റെ മനസ്സിലാക്കി നമ്മളത് ഉപയോഗിക്കണം. ഇപ്പോൾ ഫോൺ എന്ന് പറയുന്നത് കുറേ ഉപയോഗമുണ്ട് നമുക്കതിനെ പറ്റി. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ലൈക്ക് ഫോൺ ടെക്സ്റ്റ് ചെയ്യാനും, വോയിസ് നോട്ട് അയക്കാനും, ഇപ്പോൾ ഒരു മെയിൽ അയക്കാൻ തന്നെ ഫോൺ തന്നെ വേണം. മാത്രമല്ല നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും വീഡിയോ എല്ലാത്തിനും നമുക്ക് മൊബൈൽ ഫോൺ വേണം. സോ അതിന് അതിൻ്റേതായ ഉപയോഗമുണ്ട്. അതുപോലെ സേഫ്റ്റി ഇഷ്യൂ ഒരു മേജർ ഫാക്ടറാണ്. നമ്മൾ രാത്രി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ആകപ്പെടുകയാണ്, അപ്പോൾ നമുക്ക് ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കണമെങ്കിൽ തന്നെ ഫോൺ വേണം. സോ അതുകൊണ്ട് അതൊരു ആശങ്കയുണ്ടെന്നും പറഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചൊന്നും ഈ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. അനഘയുടെ നിലപാട് മൊബൈൽ ഫോൺ ഒട്ടും തന്നെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഉപകരണമാണ് എന്നാണ്. പല ഉപയോഗങ്ങളും മൊബൈൽ ഫോണ് കൊണ്ടുണ്ട് എന്നാണ് അനഘ പറയുന്നത്. അടുത്ത ചോദ്യം നമ്മുടെ രക്ഷകർത്താവായ മഞ്ജു ആൻറ്റിയോടാണ്. ഇപ്പോൾ ഒരു കുട്ടി ഫോൺ അഡിക്ഷൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആൻറ്റി ഒരു കുട്ടിയെ നിയന്ത്രിക്കുക? ഒരു തുറന്ന ബന്ധം സ്ഥാപിച്ചൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്ന നിലയിൽ സംവാദം ചെയ്തിട്ടാണോ അതോ ഒരു കണിശമായ നിയന്ത്രണമാണോ ആൻറ്റി എടുക്കാൻ പോകുന്നത്? ഇപ്പോൾ ഫോൺ അഡിക്ഷൻ ആകുന്നതിന് മുമ്പുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം പ്രധാനമായിട്ടും ഫോൺ അഡിക്ഷൻ ആകാനുള്ള പ്രധാന കാരണം ഒരു വീട്ടിൽ നിന്നാണ്. പേരൻസാണ് കുട്ടികളെ കുറച്ച് നിയന്ത്രിച്ച് കൊണ്ടുവരേണ്ടത്. അതായത് ഫോണിന് ഉപയോഗം എന്താ, അതിൻ്റെ ദോഷഫലങ്ങൾ എന്താണ്, അതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം അനഘ പറഞ്ഞ പോലെ തന്നെ ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് വന്നേക്കാം. ഇപ്പോൾ നമ്മളൊരു ലോൺലി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോഴോ അതുപോലെ സ്കൂളിൽ നിന്ന് നോട്ട്സ് അയക്കുമ്പോഴോ അതുപോലെ എന്തെങ്കിലും പ്രോജക്റ്റിൻ്റെ സംബന്ധിച്ചൊക്കെ. പക്ഷേ നമ്മൾ ഇപ്പം ചുറ്റുപാട് നിന്ന് നോക്കിയാലോ നമ്മുടെ വീടുകളിൽ നിന്ന് നോക്കിയാലോ ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചങ്ങോട്ട് വീണ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ അതിൻ്റെ എല്ലാം
കാര്യങ്ങളും ഫോണിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ആ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നത്. അല്ലേ നമ്മൾ ആ കുഞ്ഞിനെ എടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോയി മരങ്ങളോ കിളികളെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് പല പ്രാവശ്യം ആഹാരം കഴിക്കാതെ മാറും. പക്ഷേ ആ കുഞ്ഞിനെ ഒരു ഫോൺ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ പല കാര്യങ്ങളും മാറ്റിക്കൊടുത്താൽ അറിയാതെ തന്നെ ആ കുഞ്ഞിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. അതിന് വേണ്ട വയറ് നിറയുന്നുണ്ടോ ഒന്നും അറിയുന്നില്ല. ആ കുട്ടി ഒരു വീണ്ടും കൊണ്ട് കൊടുത്താലും അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ കുഞ്ഞിനെ മാനസികവും ശാരീരികവുമായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അതിനെ ഇങ്ങനെ ആക്കിക്കൊണ്ട് വരികയാണ് പേരൻസ്. കാരണം ആ കുട്ടി അല്ലെങ്കിൽ ചിലപ്പോൾ ആഹാരം കഴിച്ചെന്നിരിക്കത്തില്ല, അല്ലെ അത് വാശി പിടിച്ചിരിക്കും. പക്ഷേ ഒരു പേരൻ്റ് എന്നുള്ള രീതിയിൽ ആ കുഞ്ഞ് വാശി പിടിക്കട്ടെ. വാശി പിടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആ കുഞ്ഞിൻ്റെ ജീവിതചക്രത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ. അപ്പോൾ അതെല്ലാം പോയി ഇങ്ങനെ അപ്പോൾ ആ സമയത്ത് തന്നെ പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ബോധം ആവശ്യമുള്ള സമയത്ത് ഒരു കുട്ടിക്ക് ആവശ്യം ഇപ്പോൾ LKG UKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് എപ്പോഴും ഫോണിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ മതി ആ ഒരു ഫോണിൻ്റെ ആവശ്യം. ഇപ്പോൾ സ്കൂളിൽ നിന്നൊരു ഇൻഫർമേഷൻ്റെ കാര്യം ഇപ്പോൾ അനഘ പറഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ പേരൻ്റ് എന്നുള്ള രീതിയിൽ ആ കുട്ടികൾക്ക് ഫോണിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഒരു കുട്ടിക്കൊരു പേഴ്സണലായിട്ടൊരു ഫോണിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല. കുട്ടികൾക്ക് പേഴ്സണലായിട്ട് ഇപ്പോൾ ഒരു അച്ചീവ്മെൻറ്റ് നടന്നു, ഒന്നീ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഫോൺ ഇത് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുക്കാതെ ഞാൻ പറയുന്ന ഒരു 12ാം ക്ലാസ് വരെ കുട്ടികൾക്ക് ഒരു പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ആവശ്യം ഉള്ള ഒരു വസ്തുവായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പേരൻസ് ഉണ്ടല്ലോ, അവരെ പേരൻസിൻ്റെ ഒരു കെയറിങ്ങിലല്ലയോ വളർത്തുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുക. പിന്നെ അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു സുഹൃത്തെന്നുള്ള രീതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പം തന്നെ നമ്മൾ കണ്ടല്ലോ, ഒരു കുട്ടി പിന്നെ ഫോൺ വീഡിയോ കളിച്ചുകൊണ്ടിരുന്ന് അത് മരണപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ദുരുപയോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പേരൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത്. തീർച്ചയായും മഞ്ജു ആൻറ്റി. അടുത്ത ചോദ്യം നിർമ്മല മാമിനോടാണ്. മാം ശാന്തിനികേതൻ സ്കൂളിലെ പ്രിൻസിപ്പളും കൗൺസിലറും ആണല്ലോ. മാം ഓൺ എ ഡെയിലി ബേസിസ് കുറേ കുട്ടികളെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മാം സ്കൂളിൽ എങ്ങനെയാണ് ഒരു ഫോണിൻ്റെ അഡിക്ഷൻ ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ മാം എങ്ങനെയാണ് സ്കൂളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്? പിന്നെ വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. ഏതൊരു തലത്തിലാണ് ഒരു രക്ഷകർത്താവ്, ഒരു പേരൻ്റ് ഒരു കൗൺസിലറിനെയോ തെറപ്പീനെയോ അപ്രോച്ച് ചെയ്യേണ്ടത് റിഗാർഡിങ് ദിസ് മൊബൈൽ ഫോൺ അഡിക്ഷൻ? അപ്പോൾ നമുക്ക് മോൻ പറഞ്ഞതും മോൻ്റെ അഭിപ്രായവും എല്ലാവരുടെയും അഭിപ്രായവും കൊള്ളാം. പക്ഷേ എനിക്ക് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ മൊബൈൽ ആവശ്യമാണ്, അനിവാര്യമാണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവർക്ക് എപ്പോഴും ബോധവൽക്കരിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം അത് ഉപയോഗിക്കേണ്ട സമയമാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ കൊടുക്കരുത്. ഈ മൊബൈൽ കാണിച്ചിട്ട് ആഹാരം കൊടുക്കുക എന്നുള്ളത് അവരുടെ ബുദ്ധിവികാസത്തെ ഹാനികരമായിട്ടാണ് ബാധിക്കുന്നത്. അതായത് അതിൽ അഡിക്ഷൻ ആകും. ഹൈ ഫ്രീക്വൻസി സ്റ്റിമുലേഷൻ ബ്രെയിനിൽ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് അതൊരു ഹാബിറ്റായി മാറും. ഒരു ഹാബിറ്റ്, ശീലം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രവൃത്തി നിരന്തരമായി തുടർച്ചയായി ചെയ്യുമ്പോഴാണ് അത് ശീലമായി മാറുന്നത്. അപ്പോൾ കുഞ്ഞിന് ആഹാരം കഴിക്കണമെങ്കിൽ മൊബൈൽ കണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നൊരു തലത്തിലോട്ട് പേരൻ്റ് തന്നെ കുട്ടിയെ കൊണ്ടുപോവുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും, സമയബന്ധിതമായിട്ടാണ് ഒരു കാര്യം ചെയ്തു തീർക്കാൻ പഠിപ്പിക്കുന്നത്. അതായത് ഒരു പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ടീച്ചേഴ്സ് മക്കളെ പഠിപ്പിച്ചു തരുന്നത്? നിശ്ചിത സമയത്തിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി തരണം, ഇല്ലേ? ഇതുപോലെ മനഃശാസ്ത്രപരമായിട്ട് 24 മണിക്കൂറാണ് ഓരോ വ്യക്തിക്കും നമുക്ക് കിട്ടുന്നത്. ആ സമയത്തെ തന്നെ നമ്മൾ പല രീതിയിൽ വിഘടിപ്പിക്കാം. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ടൈം, നമ്മൾ സ്കൂളിൽ ചെല്ലുന്ന ടൈം. പേഴ്സണൽ ടൈം, നമ്മൾക്ക് ചെയ്യേണ്ട ദിനചര്യകൾ, അതൊക്കെ ആ പേഴ്സണൽ ടൈമിൽ ഉൾപ്പെടും. പിന്നെ സോഷ്യൽ ടൈം, പിന്നെ വേറൊരു ഉണ്ട് സ്റ്റഡി ടൈം, പിന്നെ ഒരു ഉണ്ട് ബ്ലാക്ക് ഹോൾ ടൈം. അതായത് നമ്മളൊന്നും അറിയാതെ തന്നെ നമ്മളുടെ നിന്ന് ചോർന്നു പോകുന്ന സമയം. അപ്പോൾ ഈ സമയമൊക്കെ വരുമ്പോഴും അധ്യാപകരും മാതാപിതാക്കളും കുട്ടിയെ ബോധവൽക്കരിക്കേണ്ടത്, നമ്മൾ വീട്ടിൽ വരുന്നു, അതായത് നമ്മൾ കുറച്ച് നേരം ഫാമിലി ടൈം വേണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അപ്പോൾ മോൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, എൻ്റെ ടൈം നമ്മൾ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊബൈലിനോടാണ്. അത് ശരിയായ ഒരു
ചിന്താഗതിയല്ല. കാരണം നമ്മൾക്ക് മാനസിക ഉല്ലാസത്തിനോടൊപ്പം തന്നെ ശാരീരികമായ ഉല്ലാസവും വേണം. അപ്പോൾ നമുക്ക് നടക്കണം, കളിക്കണം, ചുറ്റുപാടും അയൽപ്പക്കത്ത് എല്ലാം നമ്മൾ പോകണം. ഇപ്പോൾ കൊറോണ ടൈമിൽ നമ്മൾ അറിയാതെ അഡിക്റ്റ് ആയിപ്പോയി. പക്ഷെ നമ്മളെല്ലാം ഉണരേണ്ട സമയമായി. അപ്പോൾ ഓരോരുത്തർക്കും നമ്മൾ സ്കൂളിൽ ടൈം ടേബിൾ വെക്കുന്നത് പോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സമയങ്ങൾ അതാത് സമയങ്ങളിലെല്ലാം നമുക്ക് ഇന്ന സമയത്തിൽ നമുക്ക് മൊബൈൽ ഉപയോഗിക്കേണ്ട, നമ്മളൊന്നും കാണണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ സമയം അതിന് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് പീരീഡ്, മലയാളം പീരീഡ്, മാത്സ് പീരീഡ് എന്ന് വെക്കാറില്ലേ? ഇതുപോലെ തന്നെ നമ്മൾക്ക് വീട്ടിലും ഒരു ദിനചര്യ, ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കണം. അത് മാത്രം പോരാ, നമ്മൾ പെൻസിലിട്ട് എഴുതിയിട്ട് ആ ടൈം ടേബിൾ നമ്മുടെ കാണുന്ന ഐ ലെവലിൽ ഒട്ടിച്ച് വെക്കണം. അപ്പം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ അച്ഛനോ അമ്മയോ അല്ലാതെ തന്നെ ഇപ്പോൾ കൗമാരക്കാരായ മക്കൾക്ക് ദേ ആർ കേപ്പബിൾ ഇനഫ് ടു ഇവാലുവേറ്റ് ദംസെൽസ് അല്ലേ? ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ എത്ര സമയമാണ് നമ്മൾ മൊബൈൽ ഉപയോഗിച്ചത് എന്ന് നമ്മൾക്ക് കണ്ടെത്താം. തീർച്ചയായും നിർമ്മല മാം, എപ്പോഴും നമ്മൾ സമയബന്ധിതമായിട്ടായിരിക്കണം നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടത്. കൂടാതെ സ്കൂളിൻ്റെ അന്തരീക്ഷവും ടീച്ചേഴ്സിൻ്റെ സ്വഭാവവും ഒക്കെ മാറേണ്ടിയിരിക്കുന്നു എന്ന് നിർമ്മല മാമിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മോടൊപ്പം മൊബൈൽ ഫോൺ രംഗത്തെ സാങ്കേതിക വിദഗ്ധൻ VK ആദർശ് സർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാറിന് അറിയാമായിരിക്കും ഈ തൃശ്ശൂർ സ്വദേശി 8 വയസ്സുകാരി മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് മരണപ്പെട്ട സംഭവം. അത് സംഭവിക്കാനുള്ള കാരണം എന്തായിരിക്കാം സർ? കാരണം എന്താണെന്നുള്ള കൃത്യമായ ഒരു അനാലിസിസ് നടത്തിയ റിപ്പോർട്ട് നമ്മളതിലൊന്നും വന്നിട്ടില്ല. പല കാരണങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ മൊബൈൽ ഉപയോഗം, മൊബൈൽ പൊട്ടിത്തെറിക്കുന്നതും തമ്മിൽ കൂട്ടിക്കെട്ടി അത് തമ്മിൽ സമീകരിക്കുന്നതിന് അത് വലിയ ലോജിക് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കുട്ടികളെല്ലാം സൈക്കിൾ ഓട്ടേണ്ട ആവശ്യമുണ്ട്, കുട്ടികളെല്ലാം നീന്തൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ സൈക്കിൾ മുട്ടി എന്തെങ്കിലും അപകടം പറ്റിയാലോ, അതായത് നീന്തൽ കുളത്തിൽ എന്തെങ്കിലും അപകടം പറ്റിയാലോ, നമ്മൾ നീന്തലിനെയോ സൈക്കിളിനെയോ അപ്പാടെ തള്ളിപ്പറയുന്നതിന് അത് ഒരു ലോജിക്കില്ല. അമിതമായ ഉപയോഗം, അത് പുസ്തക വായന ആയാൽ പോലും, കളിക്കാനുള്ള സമയം പോലും ഉപയോഗിക്കാതെ പൂർണ്ണമായി പുസ്തകം തന്നെ വായിക്കേണ്ടതിനാൽ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മാത്രം കണ്ടാൽ മതി മൊബൈൽ ഉപയോഗത്തിനെയും. അല്ലാതെ അതിന് മൊബൈൽ ഉപയോഗിക്കുന്നതെല്ലാം കുഴപ്പമാണ്, അല്ലെങ്കിൽ ബാറ്ററി പൊട്ടിത്തെറിച്ചു, അതും അല്ലെങ്കിൽ ഫോണിന്റെ സ്ക്രീനിൽ എന്തെങ്കിലും പറ്റി അതിന് അപകടം പറ്റി എന്നൊക്കെ പറയുന്നത് സൈക്കിളിന്റെ പെഡല് ഒടിഞ്ഞു പോയി കുട്ടി മറിഞ്ഞു വീണ് പരിക്കേറ്റു, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റി എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അത് വൺ ഓഫ് ദ കേസ് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. ടോട്ടൽ കേരളത്തിലെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഏകദേശം 70-80 ലക്ഷം കുട്ടികൾ വരുന്നുണ്ട് 2 സിലബസുമായിട്ട്. ആ 80 ലക്ഷം കുട്ടികളിൽ എനിക്ക് തോന്നുന്നത് ഒരു പകുതി കൂടുതൽ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ അതിനകത്ത് 1-2 കേസ് എടുത്തിട്ട് പിന്നെ സാമാന്യവൽക്കരിക്കുന്നതിനകത്താണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം. പക്ഷെ ഇതിന് അതേസമയം തന്നെ ഈ മൊബൈൽ ഫോബിയ ഉണ്ടാക്കി, പേടി ഉണ്ടാക്കിയിട്ട് ചില കുട്ടികൾക്ക് കിട്ടേണ്ടല്ല. ഇന്നലെ ഞാൻ നിനക്ക് 2 കുട്ടികളെ കണ്ടാണ്. ഒരു കുട്ടി വെക്കേഷണൽ ഡ്രോയിങ് പഠിക്കുന്നത് അധ്യാപകർ എടുത്ത് പോയല്ല യൂട്യൂബ് നോക്കിയാണ്, നല്ല അസലായിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഇതെല്ലാം അന്യം നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ഡ്രോയിങ് ടീച്ചറിനെ വെച്ച് പഠിപ്പിക്കാനുള്ള സൗകര്യം ഇല്ലാത്ത അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൽ നിന്ന് പഠിച്ച് സ്വായത്തമാക്കുന്ന വിദ്യ, അതൊരു തരം ഏകലവ്യൻ പഠനം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പഠിക്കുന്ന കുട്ടികളാണ് ഇന്ന് ഒരുപാട് പേരുള്ളത്. അവർ പഠിക്കുന്നതെല്ലാം, അതായത് നിങ്ങൾക്ക് തന്നെ ഉണ്ടല്ലോ, ജയഹയിൽ നായിക തന്നെ കരാട്ടെ പഠിക്കുന്നത് യൂട്യൂബ് നോക്കിയാണ് എന്ന് പറയുന്ന പോലെ യൂട്യൂബ് നോക്കി പഠിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലെ അൺ അക്കാഡമിയോ ബൈജൂസ് ആപ്പോ ഒക്കെ നോക്കി പഠിക്കുന്ന ഒട്ടനവധി കുട്ടികളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിയൽ ടൈം, അതായത് മുഖതാവിൽ പോയി ഒരു ഗുരുവിൽ നിന്ന് തമ്പുരു പഠിക്കാനായാലും, അല്ലെങ്കിൽ കരാട്ടെ പഠിക്കാനായാലും, അതും അല്ലെങ്കിൽ വര പഠിക്കാനായാലും, അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയോധന കലകൾ പഠിക്കാനായാലും അവർക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യുന്നുണ്ടാവില്ല അവരുടെ അച്ഛനും അമ്മയും. അങ്ങനെയുള്ള കേസ് കുട്ടികൾ കുറച്ച് സമയം അധികം എടുത്ത് പഠിക്കട്ടെ, അതിനോട് വലിയ തെറ്റൊന്നുമില്ല. പിന്നെ എന്ത് സാധനവും അത് അമിതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അപകടം തന്നെയാണ്. അത് പുസ്തക വായന ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ സൈക്കിൾ ഓട്ടം അറിയുന്ന കുട്ടി ഫുൾ ടൈം സൈക്കിൾ ഇറങ്ങുന്നില്ലെങ്കിൽ അത് അപകടം, അത് മാറ്റി തന്നെ വേണം. അതുകൊണ്ട് ഫുൾ ടൈം മൊബൈൽ വേണം. പക്ഷെ മൊബൈലിന്റെ കേസ് മറ്റേതായിട്ട് ഉദാഹരിക്കുന്നതിനകത്ത് ഒരു അപകടം കൂടെ ഉണ്ട്. കുട്ടി ആദ്യത്തെ 1 മണിക്കൂർ ചിലപ്പോൾ മൊബൈൽ നോക്കുന്നത് ഈ പറയുന്ന എന്തെങ്കിലും കോ കരിക്കുലർ ആക്ടിവിറ്റി പഠിക്കാനായിരിക്കും. അടുത്ത 1 മണിക്കൂർ നോക്കുന്നത് അവന്റെ പാഠഭാഗം പഠിക്കാനായിരിക്കും. പിന്നീട് നോക്കുന്ന അവന്റെ ലെഷർ ടൈമിൽ വിനോദത്തിന് വേണ്ടി ഏതെങ്കിലും കാർട്ടൂൺ കാണുകയായിരിക്കും. അപ്പൊ ഈ 3നെയും കൂടെ ഒരുമിച്ച് മൊബൈൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് യുക്തിയില്ല. പക്ഷെ റിയൽ ലൈഫിലാണെങ്കിൽ നമുക്കറിയാം, അവൻ കളിക്കാൻ പോകുന്നുണ്ട് വേറൊരു സ്ഥലത്ത്, അവൻ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് വായിക്കാൻ പഠിക്കുന്നുണ്ട്, വീട്ടിലിരുന്ന് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ഉള്ള വീടാണെങ്കിൽ മുന്നേ അവൻ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് അടുത്ത വർഷത്തെ പാഠഭാഗങ്ങൾ, ഇപ്പൊ വെക്കേഷൻ സമയമാണ്, അത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് വേറൊരു സമയത്ത്. അപ്പൊ അതിനെ 3ആയിട്ട് കാണാൻ നമുക്ക് റിയൽ വേൾഡിൽ പറ്റും. പക്ഷെ മൊബൈലിൽ ഈ കുട്ടി വിദ്യ സ്വായത്തമാക്കുന്നത് ഇപ്പറഞ്ഞ 3 ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നമ്മൾ 3നെയും കൂടെ ഒരുമിച്ച് അവൻ ഫുൾ ടൈം അല്ലെങ്കിൽ അവൾ ഫുൾ ടൈം
മൊബൈൽ നോക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല. അങ്ങനെ ഒരു ഫോബിയ സൃഷ്ടിച്ച് കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ മാറ്റി നിർത്തുമെങ്കിൽ ഭാവിയിൽ വളരാൻ വേണ്ടി നിൽക്കുന്ന മൊട്ടുകളെ തുടക്കത്തിൽ തന്നെ ഞെരിച്ച് കളയുന്നതിന് തുല്യമായ ഏർപ്പാടാണ് ചെയ്യുന്നത്. പക്ഷെ ചെറിയൊരു കൺട്രോൾ വേണ്ടെന്ന് ആരും പറയുന്നത്. പക്ഷെ അത് അമ്മാവൻ സിൻഡ്രോമായി മാറരുത് എന്നേ ഉള്ളൂ. ഒരു കുട്ടി മൊബൈൽ ഫോൺ അഡിക്റ്റ് എങ്ങനെയാണ് ആകുന്നത്? ഒരു കുട്ടി എങ്ങനെയാണ് സൈക്കിൾ അഡിക്റ്റ് ആവുന്നത്, ഒരു കുട്ടി എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ഗെയിം അല്ലെങ്കിൽ സ്പോർട്ട്, ക്രിക്കറ്റ് ഫുൾ ടൈം. ഇപ്പൊ ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഫുൾ ടൈം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറ്റം പറഞ്ഞിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആ സ്വാഭാവികമായിട്ട് വെക്കുന്ന സമയത്ത് കുട്ടികൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്രിക്കറ്റ് കളിക്കും. അതിന് ക്രിക്കറ്റ് അഡിക്റ്റ് എന്ന് വിളിക്കാവോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് വേറൊരു തരത്തിലുള്ള അതേ കണക്ക് തന്നെ ഈ മൊബൈൽ എന്താ ഭീകര ജീവിയാണെന്ന രീതിയിൽ അഡിക്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നതിനകത്ത് വലിയ ലോജിക് ഒന്നും ഇല്ലാന്ന്. ഉദാഹരണത്തിന് നിങ്ങളുടെ TV ഒരുപാട് ആൾക്കാർ കാണുന്ന ഇന്ന് മൊബൈൽ പ്രതലത്തിലാണ്, മൊബൈൽ സ്ക്രീനിലാണ്. അതിന്റെ അടുത്ത ആയാലും മൊബൈൽ അഡിക്റ്റ്. ആ കൂട്ടത്തിൽ നിങ്ങളുടെ TV കാണുന്ന ആ കാഴ്ചക്കാരെ നിങ്ങൾ മൊബൈൽ അഡിക്റ്റിന്റെ കൂട്ടത്തിൽ കൂട്ടുന്നുണ്ടോ? ഇല്ല. കാരണം TV കാഴ്ച സാധ്യമാക്കുന്ന ഒരു സ്ക്രീനാണ് ഇന്ന് മൊബൈൽ. ആ സ്ക്രീനിൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പ് നോക്കും, കുറച്ച് കഴിഞ്ഞാൽ കോൾ എടുക്കും, കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഏതെങ്കിലും ആപ്പ് ഉപയോഗിക്കുന്ന ആളാണ് ആപ്പ് ഉപയോഗിക്കും, ബാങ്കിങ്ങിന്റെയോ അതും അല്ലെങ്കിൽ ആരോഗ്യത്തിന് എന്തെങ്കിലും ആപ്പ് ഉപയോഗിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പൊ മൊബൈൽ എന്ന് പറയുന്നത് ഒരു വിവിധോദ്ദേശ ടൂളാണ്. ആ വിവിധ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാം കൂടെ ഒറ്റ ഉദ്ദേശമാക്കി ചുരുക്കി കെട്ടുന്നതിനകത്ത് തികഞ്ഞ തെറ്റാണുള്ളത്. പക്ഷേ മോനെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ വിവിധ ഉദ്ദേശം നല്ലതാണ്, നോക്കുന്നതാണ്. പക്ഷേ അതെല്ലാ വിവിധ ഉദ്ദേശങ്ങളും ഈ ഒരേ ഉപാധി കൂടി തന്നെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എന്തിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്? ഒരു കാര്യത്തിലോട്ട് ആസക്തി വരും. ആസക്തി വന്ന് കുഞ്ഞിന് അത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഇങ്ങനത്തെ അഡിക്ഷൻ ആസക്തി വരുമ്പോൾ ബാക്കിയുള്ള പ്രവൃത്തികളിലോട്ട് താല്പര്യം കുറയും. അതിനെയാണ് നമ്മൾ വിരക്തി, അതാ അഡിക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് കുട്ടിക്ക് എങ്ങനെയാണ് അഡിക്ഷൻ ഒരു കുട്ടിയെ നമ്മൾ വേർതിരിച്ച് കാണേണ്ടത്. ആ കുഞ്ഞിന് താല്പര്യമില്ലായ്മ. നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറിനെ കിട്ടത്തില്ലായിരുന്നു, നമുക്ക് AR റഹ്മാനെ കിട്ടത്തില്ലായിരുന്നു. ഇവർ രണ്ടുപേരും അവരുടെ സ്കൂൾ ടൈം സ്പോയിൽ ചെയ്താണ് അവർ രണ്ട് പ്രതിഭകളായി മാറിയത്. ഇല്ല സാർ, സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. ഞാൻ അതിനൊന്നും വിയോജിപ്പ് പറഞ്ഞതല്ല. മോൻ ഇവിടെ എന്താണ് ആസക്തി എന്ന് ചോദിച്ചിരുന്നില്ലേ? അഡിക്ഷൻ, ഹെഡ് മാസ്റ്റർ സിൻഡ്രോം, അമ്മാവൻ സിൻഡ്രോം കുട്ടികളുടെ നേർക്ക് പ്രയോഗിക്കരുത്. ഉദാഹരണത്തിന് ഈ മൊബൈൽ പൂർവ്വ കാലഘട്ടത്തിൽ പാഠപുസ്തകത്തിനകത്ത് വെച്ച് ബാലരമയും പൂമ്പാറ്റയും വായിച്ചിരുന്ന ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു. അച്ഛൻ നോക്കാൻ നേരത്തെ ബാലരമ. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്റെ ലാംഗ്വേജ് സ്കില്ലോ അതുപോലെ എനിക്ക് ഇമാജിനേഷനുള്ള സ്കില്ലോ ഒക്കെ കിട്ടിയത് അന്നത്തെ അച്ഛനെ ബൈപ്പാസ് ചെയ്ത് ഞാൻ വായിച്ചിരുന്ന ബാലരമയെന്നും ചെന്നാൽ രാമൻ കഥകളിന്നും ഒക്കെയാണ്. ഇനി അത് കുഴപ്പം പിടിച്ച പുസ്തകം ആവോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. അത് കുട്ടി എങ്ങനെയാണ് പേരന്റിംഗ് നടത്തുന്നതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾക്ക് എന്തുതരം പേരന്റിംഗ് ആണ് വീട്ടിൽ നിന്ന് കിട്ടുന്നതിനെ ആശ്രയിച്ചാണ് ഈ സാധനം പോകുന്നത്. പേരന്റിങ്ങിനെയാണ് പ്രശ്നമെങ്കിൽ അതിന് മൊബൈൽ ഫോണിനെ കുറ്റം പറയരുത്. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു വിവിധോദ്ദേശ ടൂൾ മാത്രമാണ്. അത് ആ വിദ്യ സ്വായത്തമാക്കുക തന്നെ വേണം. നമ്മൾ തന്നെ അറിയാം, മൊബൈൽ ചലഞ്ച് ആയിട്ടുള്ള എത്ര മുതിർന്ന ആൾക്കാരുണ്ടെന്ന് അറിയാവോ? അത് മാത്രം അറിയാമെങ്കിൽ അവരുടെ ജീവിതം എത്ര എളുപ്പമാകുമെന്ന് അറിയാവോ? ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന മെയ്ഡ്, അവർക്ക് നന്നായി തന്നെ വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റും, മൊബൈൽ ഉപയോഗിക്കാനെങ്കിൽ എന്ത് എളുപ്പമാണ്. മൊബൈൽ പേയ്മെന്റ് പേടിച്ച് മാത്രം മാറി നിൽക്കുന്ന എത്ര പേര് കറൻസി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവരുണ്ട്. ഈ പേടിയെല്ലാം ഭാവിയിലെ നട്ടു വളർത്തലാണ് ഈ പേടി ഉണ്ടാക്കല്, കുട്ടികൾക്ക് പേടി ഉണ്ടാക്കല്. കുട്ടികളത് ഉപയോഗിക്കട്ടെ. ഇന്ന് പേരന്റൽ കൺട്രോളൊക്കെ ഒരു പരിധി വരെ മൊബൈലിനകത്ത് ആപ്പ് ആയിട്ടുണ്ട്. അവർ ഏതൊക്കെ ആപ്പ് നോക്കി നിങ്ങൾക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞ് മൊബൈൽ നോക്കി അറിയാം, എന്റെ ലോഗ് ബുക്ക് നോക്കി അറിയാം. അല്ല, എനിക്കിതിലെ ഇടപെടണം. കാരണം എന്ന് പറഞ്ഞിരുന്നാല് സാറ് വിചാരിച്ചത് തെറ്റിദ്ധരിക്കപ്പെട്ടു. മോൻ ഇവിടെ അഡിക്ഷൻ, ഇപ്പം മാനസികമായിട്ട് മൊബൈലിൽ ഉപയോഗിച്ച് അഡിക്ഷനായ എത്രയോ കുട്ടികളെ നമ്മൾക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ തെന്നാലി രാമനും പൂമ്പാറ്റയും എല്ലാം വായിക്കണം, മൊബൈൽ വേണം, അതൊന്നും പറഞ്ഞില്ല. പക്ഷെ മനഃശാസ്ത്രപരമായിട്ട് അഡിക്ഷൻ വന്ന കുട്ടിയെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിലാണ് സാർ പറഞ്ഞത്. അല്ലാതെ സാറ് പറഞ്ഞതുപോലെ മൊബൈൽ ആരും ഉപയോഗിക്കേണ്ടെന്നോ ഒന്നും പറയുന്നില്ല. അല്ല, ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്നേ. നമ്മൾ ക്രിക്കറ്റ് അഡിഷൻ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഫിസിക്കലി നമുക്ക് കാണാം. അതിൽ രാവിലെ തൊട്ട് വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കുന്നു. ഇനി എന്റെ കുട്ടിക്കാലത്ത് പുസ്തക പുഴു എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആൾക്കാരുണ്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നിന് പോകാൻ അതും അപകടമാണ്. അപ്പൊ നമ്മൾ പുസ്തകത്തിനകത്തും ക്രിക്കറ്റിനകത്തും കാണാത്ത അപകടം നമ്മൾ മൊബൈലിന്റെ ഗുണമുണ്ട്. മൊബൈൽ ആദ്യത്തെ ഒരു മണിക്കൂർ കുട്ടി ഒരുപക്ഷെ നോക്കി യൂട്യൂബിലായിരിക്കും, അടുത്തൊരു മണിക്കൂർ നോക്കുന്ന പടം വരയ്ക്കാൻ പഠിക്കാനായിരിക്കും, അടുത്തൊരു മണിക്കൂർ കഴിഞ്ഞ് ഗെയിം കളിക്കുമായിരിക്കും, അടുത്തൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടി ചിലപ്പോൾ ഈ പറഞ്ഞ TV ചാനൽ ഈ ചാർച്ച തന്നെ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഭാവിയിലെ ജേർണലിസ്റ്റ് നിങ്ങൾ സ്കൂളിൽ ഉണ്ടല്ലോ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് 3-4 പത്രം വായിച്ചിരുന്നു. എല്ലാ കുട്ടികളും പത്രം വായിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ വേറൊരു കുട്ടി നന്നായി ക്രിക്കറ്റ് കളിച്ചിരുന്നു, ഞാൻ ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകണമെന്നില്ല. ഇതൊക്കെ കുട്ടിയുടെ രീതിയിൽ അഭിരുചി അനുസരിച്ചല്ലേ വളർന്നു വരുന്നത്. ഭാവിയിലെ മോഹൻലാൽമാർ ക്ലാസ്സിലുണ്ട്. ക്ലാസ് കെട്ടിയതല്ലേ മോഹൻലാൽ പോയത്, ട്രിവാൻഡ്രത്ത് പഠിക്കാനെല്ലാം പോയി. നമുക്ക് നല്ലൊരു ആക്ടറെ കിട്ടി. നിങ്ങൾ എല്ലാവരും സ്റ്റീരിയോ ടൈപ്പ് ആൾക്കാരെ ഉണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ രാജ്യത്ത് ബോയിലർ കോഴികളെ പോലെയുള്ള കുട്ടികളെ ശ്രദ്ധിക്കാം. അതിനകത്തുനിന്നൊരു ഗീതാ ഗോപിനാഥ് വരില്ല, അതിനകത്തുനിന്നൊരു AR റഹ്മാൻ വരില്ല, അതിനകത്തുനിന്നൊരു സച്ചിൻ ടെണ്ടുൽക്കർ വരില്ല. നമുക്ക് ബ്രോയിലർ ചിക്കൻ കിട്ടും. സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ കമ്പനികളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന
കുറെ ഗുമസ്തന്മാരെ സൃഷ്ടിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ബ്രോയിലർ ചിക്കനെ വളർത്തിയെടുക്കുന്നത്. ഒരു കുട്ടി നാളെ വലിയ ഗീതാ ഗോപിനാഥിനെ പോലെ വലിയൊരു എക്കണോമിസ്റ്റ് ആയി മാറണമെങ്കിൽ ആ കുട്ടിയുടെ തെരഞ്ഞെടുപ്പ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.